अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين मोहब्बत सबके लिए, नफरत किसी से नहीं। हम खास तौर पर गैरों के सामने ये नारा पेश करते हैं, ലവ് ഫോർ ഹാൾ ഹേട്രഡ് ഫോർ നൺ ये नारा എന്ന മുദ്രാവാക്യം के जवाब में നാം മറ്റുള്ളവരുടെ മുമ്പാകെ പൊതുവിൽ പറയുന്നതാണ്. लिए कि जमात ഈ ആദർശവചനം നാം പറയുന്നത് അഹ്മദിയ മുസ്ലിം ജമാഅത്തും जो गलतफहमी അതിലെ അംഗങ്ങളും या മറ്റുള്ളവരോട് വിദ്വേഷവും പകയും या गैर വെച്ചു പുലർത്തുന്നു എന്നും फहमी को दूर करने के लिए हम ये आवाज बुलंद करते തങ്ങളെക്കാൾ മറ്റുള്ളവർ മുന്തിയവരല്ല എന്ന് കരുതുന്നു എന്നുമുള്ള ആക്ഷേപത്തിന് മറുപടി പറയാനാണ്. ഈ തെറ്റിദ്ധാരണയെ നീക്കാനാണ് നാം ഇത് സമർപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഇസ്ലാം മറ്റു മതസ്ഥരോട് സ്നേഹവും സഹിഷ്ണുതയും बात ही गलत है। സഹവർത്തിത്വവും വെച്ചു പുലർത്തുന്നില്ലെന്നും മറ്റുള്ളവരുടെ വികാരം മാനിക്കുന്നില്ലെന്നുമുള്ള അമുസ്ലിങ്ങളുടെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് നാം ഇത് ജനസമക്ഷം വെക്കുന്നത്. ഇസ്ലാം അക്രമത്തിന്റെയും അനീതിയുടെയും ഉഗ്രവാദത്തിന്റെയും മതമാണെന്ന പ്രചാരണം തന്നെ തെറ്റാണ് എന്ന് നാം സമർത്ഥിക്കുന്നു. അതുമല്ലെങ്കിൽ പരസ്പരമുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മതിലുകളെ തകർത്തെറിഞ്ഞ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു എന്നും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാനാണ് ഈ മുദ്രാവാക്യം സമർപ്പിക്കുന്നത്. ऐसे है कि हमें दुनिया के हर इंसान से मोहब्बत है। നാം ഏതെങ്കിലും രീതിയിലുള്ള മാനവ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ നാം ചെയ്യുന്നത് ലോകത്തുള്ള ഓരോ മനുഷ്യജീവിയോടും നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഓരോ മനുഷ്യനിൽ നിന്നും വെറുപ്പിന്റെ വിത്തിനെ പിഴുതെറിഞ്ഞ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ചെടി നട്ടുപിടിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇതെല്ലാം നാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ചെയ്യാൻ നമുക്ക് നമ്മുടെ നേതാവ് ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതുകൊണ്ടാണ്. നമ്മുടെ പ്രവാചകൻ മാനവരാശിക്ക് വേണ്ടി രാത്രികളിൽ വേദന കൊണ്ട് പൊളയുന്നതായി നാം കണ്ടതുകൊണ്ടാണ്. और सजदों में रोते देखा है कि इस तड़प को अल्लाह ताला തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം അസ്വസ്ഥനാകുകയും
സുജൂദിൽ കരയുകയും ചെയ്തിരുന്നു. എത്രമാത്രമെന്നാൽ ഈ അസ്വസ്ഥതയെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തുകയുണ്ടായി. വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും മുക്തരായ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് തെളിവ് നൽകുന്നതിന് വേണ്ടിയാണിത്. ഇനി ലോകത്ത് വരുന്നവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നതിന് മുമ്പേ ഈ ഒരു വികാരത്തെക്കുറിച്ച് അവർ ആദ്യം ചിന്തിക്കേണ്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവരായ മുസ്ലിങ്ങൾ ഈ മാതൃക പിൻപറ്റുന്നവരായി തീരാനുമാണ് ഇത് വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലൻ യുഅ്മിനൂ ബിഹാസൽ ഹദീസി അസഫാ. ഇവർ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന ദുഃഖത്താൽ അവരെ ഓർത്ത് നീ നിന്റെ ജീവനെ തന്നെ കുരുതി കൊടുക്കുമോ? ഇവർ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് ഏത് കാര്യത്തിലാണ് വിശ്വസിക്കാത്തത്? നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന് അവരോട് പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് പുത്രനുണ്ടെന്ന് ആരോപിക്കരുത് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുന്നില്ല. ശിർക്ക് ഒരു മഹാപാപമാണ്. അള്ളാഹു അത് മാപ്പാക്കുകയില്ലെന്ന് പറയുന്നു. സ്നേഹവും സഹാനുഭൂതിയും എല്ലാ മനുഷ്യരോടുമുണ്ട്. എത്രമാത്രമെന്നാൽ ബഹുദൈവ വിശ്വാസികളോടും ഇതുണ്ട്. അവരെ നിർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്നതോടൊപ്പം അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനാൽ അഹ്മദികൾക്ക് സ്നേഹം ഏവരോടും എന്നതിന്റെ ശരിയായ പൊരുൾ മനസ്സിലാക്കാൻ നമ്മുടെ യജമാനനും കാരുണ്യത്തിന്റെ ആരൂപവുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് പഠിക്കണമെങ്കിൽ ആദ്യം നാം നമ്മുടെ തൗഹീദിന്റെ നിലവാരം എത്ര വരെ ഉണ്ടെന്ന് അറിയേണ്ടിയിരിക്കുന്നു. സഹാനുഭൂതിയുടെ സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണം നാം ഇപ്രകാരം വായിക്കുന്നു. സമൂഹത്തിൽ നിന്നും അക്രമവും എതിർപ്പും അതിരൂക്ഷമായി തുടരുന്നു. അപ്പോൾ അവർക്കായി നാശത്തിനുള്ള പ്രാർത്ഥനയല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവെ എന്റെ ജനതയ്ക്ക് നീ ഹിദായത്ത് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവെ ഞാൻ പറയുന്നത് ഇവരുടെ ഗുണത്തിനാണെന്ന കാര്യം ഇവരറിയുന്നില്ല. മറ്റൊരു ഗോത്രം പ്രയാസപ്പെടുത്തിയപ്പോൾ അവർക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്താനായി പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തുന്നു. ജനങ്ങൾ കരുതിയത് അതാ ശാപപ്രാർത്ഥന നടത്താൻ പോവുകയാണ്, ആ ഗോത്രം നശിച്ചൊടുങ്ങുന്നതാണ്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: അല്ലാഹുവേ ദോസ് ഗോത്രത്തിന് നീ ഹിദായത്ത് നൽകണമേ. ഇവിടെ സ്നേഹം തന്റെ ആളുകളോട് മാത്രമല്ല, സഹാനുഭൂതി സ്വന്തം ആളുകളോട് മാത്രമല്ല, മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും അതേ നിലവാരം തന്നെ നിലനിർത്തുന്നു. തൗഹീദ് സ്ഥാപിക്കപ്പെടണം എന്ന ഒരേ ഒരു അഭിവാഞ്ചയാണുണ്ടായിരുന്നത്. അങ്ങനെ ലോകം നാശത്തിൽ നിന്നും കരകയറുമാറാകട്ടെ. ഇന്നും ലോകത്ത് ആയിരക്കണക്കിന് രീതിയിലുള്ള ശിർക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ശിർക്ക് മാത്രമല്ല, ദൈവത്തിന്റെ അസ്തിത്വത്തെ തന്നെ ഒരു വലിയ വിഭാഗം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ദൈവത്തിന്റെ അധികാരം സ്ഥാപിക്കുന്നതിനായി, തൗഹീദ് നിലനിർത്തുന്നതിനായി നമുക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതൃകയിലൂടെ നമുക്ക് നൽകിയ പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ലോകം
ഇഷ്ടപ്പെടുന്ന ഒരു മുദ്രാവാക്യം ജനസമക്ഷം സമർപ്പിച്ചു എന്നതിലും ഇത് കാരണം നമ്മെ ജനങ്ങൾ പുകഴ്ത്തുന്നു എന്നതിലും മാത്രം സന്തോഷിച്ചാൽ പോരാ. നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മനുഷ്യ സൃഷ്ടിപ്പ് ഏതൊരു ഉദ്ദേശ സാഫല്യത്തിനായിട്ടാണോ നടത്തിയിരിക്കുന്നത് അത് കരസ്ഥമാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ മുദ്രാവാക്യം. അതിനാൽ മാനവരാശിക്ക് വേണ്ടിയുള്ള നമ്മുടെ സേവനങ്ങളും സ്നേഹത്തെക്കുറിച്ചുള്ള പ്രചാരണവും അത് പ്രകടിപ്പിക്കലും പ്രവർത്തിയും വെറുപ്പിൽ നിന്നുള്ള അകൽച്ചയും അതിനോടുള്ള വെറുപ്പും, കാരണം നമുക്ക് വെറുപ്പിനോട് തന്നെ വെറുപ്പുണ്ടായിത്തീരേണ്ടതാണ്. ഇതെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനാണ്, അള്ളാഹുവിന്റെ തൗഹീദ് സ്ഥാപിക്കാനായി. നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ വെറുപ്പല്ല, പൈശാചിക പ്രവർത്തനങ്ങളോടാണ് നമുക്ക് വെറുപ്പുള്ളത്. അത് ഉണ്ടാകേണ്ടതുമാണ്. പൈശാചിക പ്രവർത്തികൾ ചെയ്യുന്നവരോട് നമുക്ക് സഹതാപമാണുള്ളത്. ഈ സഹാനുഭൂതി നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ മാലിന്യത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അവർ രക്ഷപ്പെടുമാറാകട്ടെ. ഭൗതിക ആളുകളോടുള്ള നമ്മുടെ സ്നേഹവും സഹാനുഭൂതിയും ഭൗതികമായി വല്ല നേട്ടത്തിനും വേണ്ടിയല്ല. നാം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഭൗതികതയിൽ കഴിയുന്നവരോടുള്ള വെറുപ്പ് അകറ്റാനായി ശ്രമിക്കുന്നത് അവരോട് വല്ലതും കരസ്ഥമാക്കാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാനാണ്, തൗഹീദ് സ്ഥാപിക്കാനാണ്. തൗഹീദിനെ മുമ്പത്തേക്കാൾ ഉപരി നമ്മുടെ ഹൃദയങ്ങളിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനായാണ്. അതിനാൽ ലോകരുടെ കൺമുമ്പാകെ ഇഷ്ടപാത്രമാകാനായിരിക്കരുത് നമ്മുടെ മുദ്രാവാക്യങ്ങൾ, മറിച്ച് നമ്മുടെ ജീവിത ലക്ഷ്യം കരസ്ഥമാക്കാനായി ഈ മുദ്രാവാക്യം പറയുക. ഇക്കാലത്ത് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാനും സൃഷ്ടികളോട് സഹതാപം കാണിക്കാനുമുള്ള തത്വം സ്വായത്തമാക്കാനും നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനുള്ള അധ്യാപനങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. പറയുന്നു, മതത്തിന്റെ 2 പൂർണ്ണമായ ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുക, 2 മാനവരാശിയെ വളരെയധികം സ്നേഹിക്കുക. ഏതുവരെയെന്നാൽ അവരുടെ പ്രയാസം സ്വന്തം പ്രയാസമായി കാണുക, അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പറയുന്നു, മതവൈപരീത്യം കാരണം ആരെയെങ്കിലും വേദനിപ്പിക്കുക എന്നത് ശരിയായ രീതിയല്ല. ഒരു സദസ്സിൽ വെച്ച് ആ മഹാത്മാ പറയുകയുണ്ടായി, ശത്രുക്കളോട് പോലും അതിരുവിട്ട് കാർക്കശ്യം കാണിക്കരുത് എന്നതാണ് എന്റെ നിലപാട്. ഞാൻ സത്യമായും പറയുന്നു, നിങ്ങൾ ആരെയും നിങ്ങളുടെ ശത്രുവായി കരുതരുത്. മറ്റുള്ളവരോട് വിദ്വേഷവും പകയും വെച്ച് പുലർത്തരുതെന്ന ശീലവും പൂർണ്ണമായും കൈവെടിയുക. ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ശത്രുവിനോട് പോലും അതിരുവിട്ട് കാർക്കശ്യം കാണിക്കരുത് എന്നതാണ്. വെറുപ്പ് ആരോടും ഇല്ല എന്ന് പറയുമ്പോൾ ശത്രുത എങ്ങനെയാണ് ഉണ്ടാവുക എന്ന ചോദ്യം ഇവിടെ ഉദിച്ചേക്കാം. അതിനുള്ള മറുപടിയും നൽകുന്നു. വ്യക്തിപരമായ ശത്രുത ആരോടും ഉണ്ടാകരുത് എന്നാണ്. മതത്തിന്റെ പേരിൽ ശത്രുത വെച്ച് പുലർത്തുന്നവരും ശത്രുതയിൽ സ്വയം മുന്നേറുന്നവരും അവരോട് നിങ്ങൾക്ക് ശത്രുത ഇല്ലെങ്കിലും നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് അവർ എങ്കിലും അവരെ നന്നാക്കാനായി നിങ്ങൾ ശ്രമിക്കുക. അവരോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകരുത്. വെറുപ്പിനെ അകറ്റാൻ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, മാനവരാശിയോട് കാരുണ്യവും അവരോട് സഹാനുഭൂതി കാണിക്കലും വലിയ ആരാധനയാണ്.
അള്ളാഹുവിനെ പ്രീതി കരസ്ഥമാക്കാനുള്ള ഒരു നല്ല മാർഗവുമാണിത്. അള്ളാഹു പറയുന്നു, മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരോടും നിങ്ങൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, അടിമകളെ സ്വതന്ത്രരാക്കുക, കടബാധ്യതയിൽ കുടുങ്ങിയവരെ സഹായിക്കുക, ഭാരം ചുമക്കുന്നവരെ സഹായിക്കുക, മാനവ സമൂഹത്തോടുള്ള യഥാർത്ഥ സഹാനുഭൂതിയുടെ കടമ നിറവേറ്റുക. മറ്റൊരവസരത്തിൽ പറയുകയുണ്ടായി, സ്വന്തം സ്വസമൂഹത്തിൽ മാത്രം സഹാനുഭൂതി പരിമിതപ്പെടുത്തുന്നവരുടെ പ്രവൃത്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും ഉപദേശിക്കാനുള്ളത്, നിങ്ങളുടെ സഹാനുഭൂതിയുടെ വൃത്തത്തെ നിങ്ങൾ ഒരിക്കലും പരിമിതപ്പെടുത്തരുത്. പറയുന്നു, നിങ്ങൾ ദൈവസൃഷ്ടികളോട് യഥാർത്ഥ രീതിയിൽ അവരുടെ ശരിയായ ബന്ധുക്കളെ പോലെ സഹാനുഭൂതി പ്രകടിപ്പിക്കുക. മാതാക്കൾ തങ്ങളുടെ മക്കളോട് പെരുമാറുന്നത് പോലെ, മാതാവിനെ പോലെ പ്രകൃതിദത്തമായ ആവേശത്താൽ നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും കൃത്രിമത്വം കാണിക്കാൻ കഴിയുകയില്ല. ചുരുക്കത്തിൽ മറ്റുള്ളവരോട് സഹാനുഭൂതിയുടെയും സ്നേഹത്തിന്റെയും നിലവാരം ഇതായിരിക്കണം. അള്ളാഹു ഇതെല്ലാം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു, അവന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് ഇത് കൽപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികളോട് സഹാനുഭൂതി കാണിക്കണം എന്നത് ഇസ്ലാമിലുള്ള മനോഹരമായ അധ്യാപനമാണ്. ഈ അധ്യാപനം നൽകുന്ന അള്ളാഹുവിനെ വിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യത്വത്തിൽ വന്ന ഇക്കാലത്തെ യുഗപുരുഷനെ കൈവിട്ട് മറ്റെവിടെയെങ്കിലും പോയി നമുക്ക് ഈ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതിനാൽ ഏവരോടുമുള്ള സ്നേഹവും ആരോടും വെറുപ്പില്ലാത്തതും എന്നത് നമ്മുടെ അവസാന ലക്ഷ്യമല്ല, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ഒരു മാർഗമാണിത്. ഇതിനെ എപ്പോഴും മുമ്പിൽ വെക്കേണ്ടതാണ്, ഇതിനായി പ്രയത്നിക്കുകയും ചെയ്യേണ്ടതാണ്. കുറച്ചു കാലമായി സൃഷ്ടി സേവനത്തിനായി നിലനിൽക്കുന്ന നമ്മുടെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കും സംഘാടകർക്കും വന്നിരിക്കുന്ന ഒരു ചിന്ത നമ്മെ പൂർണ്ണമായും മതത്തിന്റെ വൃത്തത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്നാണ് അവർ മനസ്സിലാക്കുന്നത് എന്ന് എനിക്ക് തോന്നിത്തുടങ്ങുകയുണ്ടായി. മതത്തിന്റെ വൃത്തത്തിൽ നിന്നും മാറ്റി നിർത്തി ലോകത്തെ സേവിക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്ത് വലിയ സ്ഥാനം ലഭിക്കും എന്നവർ കരുതുന്നു. ഇവിടെയുള്ള കേന്ദ്ര സംഘാടകരോട് ഈ കാര്യം പറഞ്ഞുകൊടുത്തിരുന്നു. അതായത്, നിങ്ങളുടെ മഹത്വം നിലനിൽക്കുന്നത് തന്നെ നിങ്ങൾ മതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നത് കൊണ്ടാണ്. എവിടെയെങ്കിലും ജമാഅത്തിന്റെ പേര് വരും, ജമാഅത്തിന്റെ പേര് പറയേണ്ടി വന്നാൽ തന്നെയും ഒരു പ്രശ്നവുമില്ല. എപ്പോഴും മുമ്പിൽ വെക്കേണ്ട കാര്യം നാം അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാനായിരിക്കണം സൃഷ്ടി സേവനം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുക എന്നത്. അതിനാലാണ് നാം സൃഷ്ടി സേവനം ചെയ്യുന്നത്. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനായി അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും നമ്മുടെ ആരാധനയെ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇതില്ലാതെ സൃഷ്ടിസേവനം കൊണ്ട് കാര്യമില്ല. ഇവിടെയുള്ളവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ മറ്റു രാജ്യങ്ങളിലുള്ള ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ ശാഖകളിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാരോടും സംഘാടകരോടും, അതിൽ അധികവും അഹമ്മദികൾ തന്നെയാണ്, ഇല്ലാ മാഷാ അല്ലാ, പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയിൽ ബർക്കത്തുണ്ടാകുന്നത് അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമ്പോഴാണ്. നിങ്ങളുടെ പ്രവർത്തനത്തെ അള്ളാഹുവിന്റെ ഫളിൽ കരസ്ഥമാക്കാൻ ഉതകുന്നതാക്കി മാറ്റുമ്പോഴാണ്. നിങ്ങളുടെ പ്രവർത്തനത്തെ ദുആ മുഖേന ആരംഭിക്കുമ്പോഴാണ്. ഇതില്ലാതെ നമ്മുടെ ഒരു പ്രവൃത്തിയിലും ബർക്കത്ത് ഉണ്ടാവുകയില്ല. അവരുടെ കഴിവനുസരിച്ച് എത്ര തന്നെ ശക്തമായ
ആസൂത്രണം ചെയ്താലും ശരി. ഏതായിരുന്നാലും क्योंकि ज़िम्नन ഇത് സംബന്ധമായി इस ताल्लुक പറയണമെന്നുണ്ടായിരുന്നു. जिक्र बयान करना അതുകൊണ്ടാണ് പറഞ്ഞത്. जिक्र करना जरूरी है। ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതാണോ അതല്ല പ്രത്യേകം പറഞ്ഞതാണോ എന്നും ഇതിനെ नारे की तरफ പറയാം. आता हूँ। ഇത് പറയേണ്ടത് ഏതായാലും നിർബന്ധമായിരുന്നു. ये वादे ഇനി ഞാൻ വീണ്ടും സ്നേഹം ഏവരോടും खिदमत खल्क എന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. സൃഷ്ടി സേവനവും खत्म करने की नेकी സൃഷ്ടികളോടുള്ള സഹാനുഭൂതിയും सिर्फ यही സ്നേഹം വ്യാപിപ്പിക്കുന്നതും कि ये नारा हमारी जिंदगी का ശത്രുതകൾ ഇല്ലാതാക്കുക തുടങ്ങിയ നന്മകൾ വലിയ നന്മകൾ തന്നെയാണ്. अगर हमने എന്നാൽ ഈ ആദർശ വചനം മാത്രമാണ് ये कर लिया നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് ധരിക്കരുത്. पा लिया। जैसा कि पहले നാം ये नारा ഇത് ചെയ്താൽ रसूल का एक हिस्सा है। എല്ലാമായെന്ന് കരുതരുത്. उस നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആദർശ വചനം നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കാനുള്ള ഒരു ഭാഗം മാത്രമാണ്. और आपकी गुलामी में തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ലക്ഷ്യം കരസ്ഥമാക്കാനായാണോ നിയോഗിക്കപ്പെട്ടത് അത് കരസ്ഥമാക്കാനുള്ള ഒരു മാർഗം മാത്രമാണിത്. वो मकसद അദ്ദേഹത്തിന്റെ ശിഷ്യത്വത്തിൽ ഇക്കാലത്ത് दानियत का തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ खुदा ഇതിനായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അയക്കുകയുണ്ടായി. ആ ലക്ഷ്യം അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നൽകുക എന്നതാണ്. मतमाय नजर അള്ളാഹു പറഞ്ഞ എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുക. रसूल के लिए തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മാതൃകയെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമാക്കി കാണുക. जिससे हर ഇത് കരസ്ഥമാക്കാനായി आला अखलाक കഴിവതും പരിശ്രമിക്കുക. के रसूल को ഇത് മുഖേനയാണ് ഉന്നതമായ फैजलान हो ധാർമ്മിക ഗുണങ്ങളും നന്മകളും കരസ്ഥമാക്കാൻ സാധിക്കുക. आमीन की सूरत में ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും या बाज പണ്ഡിതന്മാർക്കിടയിൽ अपना अपना ഒരു വിഷയം ഉപന്യാസ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. അത് അൽ ഫളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ജമാഅത്തിന്റെ മോട്ടോ മുദ്രാവാക്യം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. वो ऐसा है जिससे ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ജമാഅത്തിന് നൽകിയിരിക്കുന്ന മോട്ടോ हकूकुल्लाह की അതിൽ ഏതിലേക്കാണ് അദ്ദേഹം ശ്രദ്ധ തിരിച്ചത്? बिल्कुल इबादत की अदायगी भी होती है। അത് മുഖേന ദീന് ശക്തിപ്പെടുന്നതാണ്, വിശ്വാസവും ശക്തിപ്പെടുന്നതാണ്, സൃഷ്ടി സേവനത്തിലുള്ള കടമകളും നിറവേറ്റപ്പെടുന്നതാണ്, സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റപ്പെടുന്നതാണ്. दूसरे ने कहा कि हमारा मोटो मतमाय नजर സൃഷ്ടാവിനോടുള്ള കടമയും നിറവേറ്റപ്പെടുന്നതാണ്. രണ്ട് പണ്ഡിതന്മാരിൽ ഒരാൾ പറഞ്ഞത് നമ്മുടെ മുദ്രാവാക്യം നന്മയിൽ മുന്നേറുക എന്നതായിരിക്കണം. फरमाया മറ്റൊരാൾ പറഞ്ഞത് कि कोई ना कोई मतमाय नजर जरूर होना चाहिए നമ്മുടെ മോട്ടോ ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കും എന്നതായിരിക്കണം. और अंजमन ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, अपना कोई ना कोई തീർച്ചയായും എന്തെങ്കിലും ഒരു മോട്ടോ വേണ്ടത് തന്നെയാണ്. ലോകത്തുള്ള സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരിക്കും. हक अदा करने वाली हैं, മാത്രമല്ല उनके लिए कोशिश भी संजीदगी से करती हैं ताकि സഗൗരവം दूसरों से मुमताज കാര്യങ്ങൾ നടത്തുന്നവരാണെങ്കിൽ അത് കരസ്ഥമാക്കാനായി മാന്യമായി പ്രവർത്തിക്കുകയും ചെയ്യും. दुनिया में അങ്ങനെ अखलाकी तरक्की മറ്റുള്ളവരിൽ നിന്നും തങ്ങളെ വ്യതിരിക്തമാക്കി കാണിക്കുന്നതാണ്. तालीमी तरक्की को भी मतमाय नजर बनाने का ലോകത്ത് नारा लगाया जाए। ധാർമ്മിക പുരോഗതിയെ किसी जगह അവരുടെ ലക്ഷ്യമാക്കി ചിലർ പ്രവർത്തിക്കാറുണ്ട്. किसी के हकूक वसब हो रहे हैं तो सियासी तंजीमें വിദ്യാഭ്യാസ പുരോഗതിയെ തങ്ങളുടെ ലക്ഷ്യമാക്കി ചിലർ പ്രവർത്തിക്കുന്നു. उसके लिए कोशिश करती हैं, नारे लगा। പൊതുജനങ്ങളുടെ അവകാശ अगर किसी जगह ധ്വംസിക്കപ്പെടുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ സ്വാതന്ത്ര്യത്തെ തങ്ങളുടെ മോട്ടോ ആക്കി പ്രവർത്തിക്കുന്നു, അതിനായി പരിശ്രമിക്കുന്നു. മുദ്രാവാക്യം അതായിരിക്കും. बुनियादी മറ്റു വല്ല അവസ്ഥയുമാണെങ്കിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് हमने इस മറ്റിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഏതായിരുന്നാലും
ഒരു മുദ്രാവാക്യത്തിന്റെ ആവശ്യം എന്നത് दुनिया में भी നാം ഈ കാര്യം ലോകത്ത് സ്ഥാപിച്ച് കാണിക്കും എന്നതാണ്. ജമാഅത്തിന്റെ മുമ്പിലും ഈ ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. दुनिया में हजारों ദുനിയാവിലും സ്ഥാപിക്കണം, അതേപോലെ നമ്മുടെ മുമ്പിലും ഇതുണ്ടായിരിക്കണം. चुन लिया जाए तो जाहिर, ലോകത്ത് ആയിരക്കണക്കിന് നന്മകളുണ്ട്. लेकिन ഏതെങ്കിലും ഒരു നന്മയെ നാം തിരഞ്ഞെടുത്താൽ किस्म की नेकियों की जरूरत नहीं रहती। അതും നല്ലൊരു കാര്യം തന്നെ. എന്നാൽ അതിന്റെ അർത്ഥം മറ്റു നന്മകളുടെ ആവശ്യമില്ല എന്നല്ല. किसी एक नेकी को मुतमईन नजर बनाया जाता है। ആവശ്യവും സൗകര്യവും മുമ്പിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നന്മയെ നമ്മുടെ ലക്ഷ്യമാക്കി തിരഞ്ഞെടുക്കുന്നു. ഏതായിരുന്നാലും अपनी वजाहत ഏതെങ്കിലും നല്ലൊരു മോട്ടോ से होते हैं തങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്താൽ അത് അവർക്ക് നന്മയായിരിക്കും. कि खुदा की इताअत करो, ആ മഹാത്മാവ് അത് വിശദീകരിക്കുകയുണ്ടായി. नेकियों में तरक्की करो। ചില മോട്ടോകൾ പരസ്പരം ബന്ധിതങ്ങളായിരിക്കും. ഉദാഹരണമായി അള്ളാഹുവിനെ അനുസരിക്കുക नेकियों का हसूल नामुमकिन है। എന്നത് എടുക്കുക, മറ്റൊന്ന് നന്മയിൽ മുന്നേറുക. ഇത് രണ്ടും പരസ്പര ബന്ധിതങ്ങളാണ്. അള്ളാഹുവിനെ അനുസരിക്കാതെ നന്മകൾ കരസ്ഥമാക്കാൻ കഴിയില്ല. അതേപോലെ നല്ലവരല്ലെങ്കിൽ कि मैं नेकियों में सबको അള്ളാഹുവിനെ അനുസരിക്കുകയുമില്ല. दोनों आपस में मुशाबे हैं। അതേപോലെ ഞാൻ ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കും बस सारी नेकियां ही अच्छी हैं और हमें उन्हें अपनाने എന്നതും ഞാൻ നന്മയിൽ മുന്നേറാനായി പ്രയത്നിക്കും എന്നതും പരസ്പരം मौतों के बारे में सवाल उठे സാദൃശ്യമുള്ളതാണ്. രണ്ടും ഒന്നിൽ സമ്മേളിക്കുന്നതാണ്. എല്ലാ നന്മകളും തന്നെ നല്ലതാണ്. तो जो അത് കരസ്ഥമാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. എന്നാൽ മോട്ടോ ഏതായിരിക്കണം എന്ന പ്രശ്നം വരുമ്പോൾ लोग बिल्कुल ही महदूद कर देते हैं अपनी नेकियों को, या उसी को सब कुछ समझने लग जाते हैं। അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മാത്രം ശ്രദ്ധ തിരിയുകയും അങ്ങനെ ചിലർ തങ്ങളുടെ നന്മകളെ അതിൽ മാത്രം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. अपनी दीनी അതാണ് സർവം लेकिन दुनिया എന്ന് അവർ കണക്കാക്കുന്നു. सबके लिए नफरत നമ്മുടെ യുവാക്കളിലും മറ്റുള്ളവരിലും കണ്ടുവരുന്ന ഒരവസ്ഥ ഇതാണ്. ठीक है അവർ തങ്ങളുടെ മതചിന്ത മറന്നിരിക്കുന്നു. करना है। ലോകത്തെ കാണിക്കാനായി സ്നേഹം ഏവരോടും വെറുപ്പ് ആരോടുമില്ല എന്ന മുദ്രാവാക്യം എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിന്റെ പ്രചാരണം ചെയ്യേണ്ടത് मकसद बहुत वसी है। തന്നെയാണ്, സദുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഇത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം വളരെ വിശാലമാണ്. ഞാനത് പറയുകയുണ്ടായി. സൃഷ്ടി സേവനം നാം ചെയ്യുന്നു. അള്ളാഹു ഹൃദയങ്ങളിൽ നിന്നും ഇല്ലാതാവുകയാണെങ്കിൽ कि मैंने जब ये मजमून പിന്നീട് ഈ സൃഷ്ടി സേവനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? कि जब उसने हजरत उमर रज़ियल्लाहु अन्हु ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഞാൻ ഈ ലേഖനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഒരു യഹൂദിയുടെ കഥയാണ് ഓർമ്മ വന്നത്. लोगों से यानी मुसलमानों से അദ്ദേഹം ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരമധ്യേ പറഞ്ഞത്, कि हसद की क्या वजह है, किस लिए होती है? നിങ്ങളോട് ഞങ്ങൾക്ക് വല്ലാത്ത അസൂയയാണ്. कि इस्लाम में ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് അസൂയപ്പെടുന്നത്? कोई बात ऐसी नहीं യഹൂദി പറഞ്ഞു, जो इस्लाम के अहकामात ഇസ്ലാമിൽ ഉള്ള ഒരു പ്രത്യേകത जाती नौयत से लेकर ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും तमाम വിശുദ്ധ ഖുർആനിലുണ്ട്. और मसाइल और उनका हल, വ്യക്തിപരമായ കാര്യങ്ങൾ മുതൽ ये चीजें ऐसी ആഗോളതലത്തിലുള്ള കാര്യങ്ങൾ വരെയുള്ള എല്ലാ കൽപ്പനകളും പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും ഇതിലുണ്ട്. ഇക്കാര്യമാണ് ഞങ്ങൾക്ക് അസൂയ ഉണ്ടാക്കുന്നത്. अगर इस बात को सामने रखें हम में से हर एक, तो साफ मालूम होता है कि इस्लाम की किसी एक बात को ഈ കാര്യം നാം ഓരോരുത്തരും മുമ്പിൽ വെക്കുകയാണെങ്കിൽ बस बेशक ഇസ്ലാമിന്റെ एक उमदा ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം എടുത്തുകൊണ്ട് दुनिया पर मुकदम അത് നമ്മുടെ മോട്ട ആക്കുക എന്നത് ശരിയായിരിക്കില്ല. उमदा है, നന്മയിൽ മുന്നേറുക എന്നത് നല്ല ഒരു മോട്ടോ ആണ്. जैसा कि आयत ഞാൻ ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കും എന്നതും നല്ലതാണ്. तो खैर हूँ आपका, വിശുദ്ധ ഖുർആനും ഇതിലേക്ക് സൂചന നൽകുന്നുണ്ട്. പറയുന്നു, हालांकि आखिरत
ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. അജ്ഞന്മാര് ദുന്യാവിനെ ദീനിനേക്കാളും മുന്തിക്കുന്നു. എന്നാൽ മതപരമായ ജീവിതം ഭൗതിക ജീവിതത്തെക്കാളും ഉന്നതവും അനശ്വരവുമാണ്. ജുമുഅയിൽ പൊതുവിൽ ഈ ആയത്തുകൾ ഓതാറുള്ളതാണ്. ഇതല്ലാതെ മറ്റു പല അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. അതിനാൽ വിശുദ്ധ ഖുർആന്റെ ഏതൊരു അധ്യാപനമാണ് നമുക്ക് മോട്ടോ ആക്കി എടുക്കാൻ കഴിയാത്തത്, നമ്മുടെ ആദർശ വചനം ആക്കാൻ പറ്റാത്തത്? ഏതിനെക്കുറിച്ച് ചിന്തിച്ചാലും അത് ഹൃദയത്തിനെ തന്നിലേക്ക് ആകർഷിക്കുന്നതാണ്. ഈ ഒരു ആമുഖത്തിന് ശേഷം അദ്ദേഹം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന കാലഘട്ടം ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി എന്ന അവസ്ഥയിലായിരുന്നു. ഒരു ദോഷവും അക്കാലത്ത് ഇല്ലാത്തതായിട്ടില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിബിംബമാണ്. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലവും ആ കാലത്തിന്റെ പ്രതിബിംബമാണ്. ഈ കാലത്തും എല്ലാ ദോഷങ്ങളും അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയതായി നാം കാണുന്നു. അതിനാൽ ഇന്ന് മതത്തിന്റെയും ആവശ്യമുണ്ട്. ധാർമ്മിക ഗുണങ്ങൾ എല്ലാം വേണം. ലോകത്തിലെ എല്ലാ മേന്മകളും പുരോഗതിയും വേണം. മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് വിശ്വാസം ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. സൽസ്വഭാവവും അത് മുഖേന ഇല്ലാതായി പോയിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ഭൗതിക പുരോഗതിയും ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. ഇക്കാലത്ത് ലോകം പുരോഗതി എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ദേഹേച്ഛയുടെ ഒരു പ്രകടനമാണ്. അത് വ്യക്തിപരമായാലും ആഗോളതലത്തിലായാലും ശരി. കാരണം ഇപ്പോൾ പുരോഗതി എന്ന് ജനങ്ങൾ പറയുന്നത് അത് സ്വന്തം നേട്ടത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ഇതിന് ലോകം പുരോഗമിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ നിന്നും ഒരു വിഭാഗം മാത്രമാണ് ഫലമെടുക്കുന്നത്. മറ്റുള്ളവരെ അടിമകളാക്കി വെക്കുകയാണ്. അത് രാഷ്ട്രീയ അടിമത്തമാണെങ്കിലും സാമ്പത്തിക അടിമത്തമാണെങ്കിലും സാമ്രാജ്യത്വ അടിമത്തമാണെങ്കിലും ശരി, ഏതെങ്കിലും രീതിയിൽ ഒരു വിഭാഗം അടിമയായി കൊണ്ടിരിക്കുകയാണ്. അവർക്കിത് ഏതായിരുന്നാലും പുരോഗതിയല്ല. പുരോഗതി കൈവരിക്കുന്നവരും അവർക്കായി ചില നേട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ദഹേച്ഛയാണ് ഇവർ പുരോഗതി എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ഇന്ന ആയത്തിനെ നമുക്ക് ആദർശവചനമായിട്ട് തിരഞ്ഞെടുക്കാം, മറ്റുള്ളവയെ ഉപേക്ഷിക്കാം എന്നത് ശരിയല്ല. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും തന്നെ നമ്മുടെ മോട്ടോ ആണ്. അത് നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ്. അത് തന്നെയാണ് ആകേണ്ടതും. അതിനാൽ നമ്മുടെ മോട്ടോ വിശുദ്ധ ഖുർആൻ മുഴുവനുമാണ്. എന്നാൽ ചുരുങ്ങിയ രീതിയിൽ ഒരു മോട്ടോയുടെ ആവശ്യമുണ്ടെങ്കിൽ ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നത് അതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നിശ്ചയിക്കുകയുണ്ടായി എന്നാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത്. ഇത് വിശുദ്ധ ഖുർആന്റെ രത്നച്ചുരുക്കമാണ്. എല്ലാ അധ്യാപനങ്ങളും ഉന്നതമായ എല്ലാ ലക്ഷ്യങ്ങളും തൗഹീദുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സൃഷ്ടികളുടെ പരസ്പരമുള്ള ബന്ധവും സൃഷ്ടികളുടെ സൃഷ്ടാവുമായുള്ള ബന്ധവും എല്ലാം തൗഹീദിൽ ഉൾക്കൊള്ളുന്നു. തൗഹീദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായമില്ലാതെ ലഭിക്കുകയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും വെച്ചിരിക്കുന്നു. യഥാർത്ഥ ആരാധ്യന്റെ അന്വേഷണം, അതല്ലെങ്കിൽ അള്ളാഹുവിനെ കാണണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായത്തോടെ നോക്കുക. അതായത് യഥാർത്ഥ സൃഷ്ടാവിനെ കാണാനുള്ള കണ്ണാടയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം ലഭിച്ചാൽ
അൽഹംദ് മുതൽ അന്നാസ് വരെ എല്ലാ സ്ഥലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത വ്യക്തിത്വത്തിന്റെ വരവോടുകൂടി ലോകത്ത് ശരിയായ തൗഹീദ് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഇതിനു മുമ്പ് ചിലർ ഹദ്റത്ത് ഉസൈറിനെയും ചിലർ ഹദ്റത്ത് ഈസയെയും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരുന്നു. ചിലർ മലക്കുകളെ ദൈവങ്ങളാക്കി പൂജിച്ചിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കുഴപ്പങ്ങളെയും ഇല്ലാതെയാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അള്ളാഹു തൗഹീദിന്റെ സംസ്ഥാപനത്തിനായി എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം മുഖേന ലോകത്ത് തൗഹീദ് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മോട്ടോ ആണ് നാം നമ്മുടെ ബാങ്കുകൾക്കൊപ്പം മുഴക്കുന്നത്. ഇസ്ലാമിലേക്ക് ആരെയെങ്കിലും പുതുതായി പ്രവേശിക്കുമ്പോൾ അവരോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിപ്പിക്കും. കാരണം യഥാർത്ഥ ഇസ്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. മതപരമായ ബലഹീനത ആരിലെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവരുടെ കൺമുമ്പിൽ നിന്നും മറഞ്ഞിരിക്കുന്നു എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എപ്പോഴും ഉണ്ടെങ്കിൽ മനുഷ്യൻ മതബലഹീനതകളിൽ നിന്നും വിട്ട് നിർത്തപ്പെടുന്നതാണ്. നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ. ജനങ്ങൾ പൊതുവിൽ ഇങ്ങനെ മന്ത്രിക്കാറുണ്ട്. കളവ് പറയുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാണ് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വവും അധികാരവും ഭയവും അവന്റെ സിഫത്തുകൾ അഖിലവും മുമ്പിൽ വരണം. ഞാൻ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ യാഥാർത്ഥ്യവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് പ്രകടമാകുന്നത്. അതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മുഴുകാത്തിടത്തോളം സമ്പൂർണ്ണ തൗഹീദിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മാത്രമല്ല ഇതിന്റെ ശരിയായ പ്രഭാവസ്ഥാനമായ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാനും കഴിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മുഴുകിക്കൊണ്ട് തൗഹീദിനെ മനസ്സിലാക്കാത്തവർ ബുദ്ധിയുണ്ടായിട്ടും ശിർക്കിൽ പെട്ടുപോകുന്നു. അമുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. മുസ്ലിങ്ങളിൽ തന്നെ ഭൂരിഭാഗം പീർ ഫക്കീർമാരെ തങ്ങളുടെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ഔദുബില്ലാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്നും പുറത്തുപോയെന്നാണ് അഹ്മദികളെ കുറിച്ച് ഇവർ ആക്ഷേപം ഉന്നയിക്കാറുള്ളത്. എന്നാൽ ഇവരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ മനസ്സിലാക്കാത്തവർ. അതിന്റെ ഫലമായി തൗഹീദിൽ നിന്നും അകലുകയും ചെയ്തു. ഇക്കാലത്ത് ഈ തൗഹീദിന്റെ ശരിയായ അറിവ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിലയം പ്രാപിച്ചതുകൊണ്ടാണ് ലഭിച്ചത്. ലോകർ ഇദ്ദേഹത്തെ കാഫിർ എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹമാണ് തൗഹീദിന്റെ യഥാർത്ഥ ധ്വജവാഹകൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ആ മഹാത്മാവ് തന്നെ ലയിപ്പിച്ചപ്പോൾ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി എന്ന് അദ്ദേഹം കാണുകയുണ്ടായി. അദ്ദേഹത്തെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കൽ ശിർക്കാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന് മുമ്പ് ലക്ഷക്കണക്കിന് പണ്ഡിതരും ഫക്കീർമാരും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദൈവിക ഗുണങ്ങളുണ്ട് എന്ന് ആരോപിച്ചിരുന്നു. അദ്ദേഹം ഉദാഹരണമായി അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ആകാശത്തിരിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു. മരിച്ചവരെ ജീവിപ്പിച്ചു എന്നവർ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഉണ്ടായിരുന്നത് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇന്ന് നാം ഓരോരുത്തരും ഓരോ അഹമ്മദി കുട്ടിയും ബുദ്ധിപരവും പ്രാമാണികവുമായും ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല.
ഇതേപോലെ മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബിയിൽ തന്നെ ലയിപ്പിച്ചുകൊണ്ട് തിരുനബിയിൽ നിന്നും പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. ശിർക്കിൽ നിന്നും നമ്മെ അകറ്റി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാലത്തെ ജനങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഭാവം പ്രകടമാക്കി കൊടുക്കുകയുണ്ടായി. ഇതാണ് ഇസ്ലാമിന്റെ രത്നച്ചുരുക്കം. ഇത് ഓരോ യഥാർത്ഥ തൗഹീദ് വാദിയിലും കാണേണ്ടതാണ്. മറ്റെല്ലാം വിശദീകരണങ്ങളാണ്. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് വലിയ നന്മ മാതാപിതാക്കളോടുള്ള അനുസരണം എന്ന് പറയുകയുണ്ടായി. ചിലരോട് ദൈവ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണെന്ന് പറഞ്ഞു. ചിലരോട് തഹജ്ജുദ് നമസ്കാരമാണെന്ന് പറഞ്ഞു. ഓരോരുത്തരെയും അവരവരുടെ അടിസ്ഥാന ബലഹീനത ദൂരീകരിക്കാനായി ശ്രദ്ധ ക്ഷണിക്കുകയാണുണ്ടായത്. അതിന്റെ അർത്ഥം മറ്റു നന്മകൾ ചെയ്യരുത് എന്നല്ല. അതിനാൽ വിശുദ്ധ ഖുർആന്റെ എല്ലാ കൽപ്പനകളും അതിന്റെ സ്ഥാനത്ത് ഉത്തമവും ഫലപ്രദവുമാണ്. എന്നാൽ സർവ്വതിനെയും വലയം ചെയ്തു നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. ഇതാണ് യഥാർത്ഥ മോട്ടോ. ഇതിനെയാണ് എപ്പോഴും മുമ്പിൽ വെക്കേണ്ടത്. തൗഹീദിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അത് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൗഹീദ് എന്ന് പറഞ്ഞാൽ ബിംബാരാധന ഉപേക്ഷിക്കൽ മാത്രമല്ല, അതേപോലെ ഏതെങ്കിലും മനുഷ്യനെ ദൈവത്തിനെ പോലെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കൽ മാത്രമല്ല, അതുമല്ലെങ്കിൽ ആരെയെങ്കിലും ദൈവത്തിന്റെ പങ്കാളിയാക്കി വെക്കുക എന്നതും മാത്രമല്ല, ലോകത്തുള്ള ഓരോ പ്രവൃത്തിയിലും തൗഹീദ് ഉണ്ടായിരിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോഴും വുദു ചെയ്യുമ്പോഴും തൗഹീദിനെ ഏറ്റുപറഞ്ഞിരുന്നു. മനുഷ്യർ ഭൗതിക പ്രവർത്തനത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നവനായി മാറി. ഏകദൈവ വിശ്വാസമെന്ന വാദം കളവായിത്തീരുന്നതാണ്. തൗഹീദ് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ മാത്രം മനുഷ്യൻ ആശ്രയിക്കുക എന്നതാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ മതപരമോ ഭൗതികമോ ആയ എല്ലാ പ്രവൃത്തിയിലും അള്ളാഹുവിലേക്ക് മാത്രം മനുഷ്യ ദൃഷ്ടി ഉയരുക എന്നതാണ്. എല്ലാ നല്ല വാചകങ്ങളും അതതിന്റെ സ്ഥാനത്ത് നല്ലത് തന്നെ. എന്നാൽ പൂർണ്ണ തൗഹീദ് വാദിയായി തീരണമെങ്കിൽ മനുഷ്യ ദൃഷ്ടിയിൽ നിന്നും എല്ലാം മറഞ്ഞ് അള്ളാഹു അല്ലാത്ത എല്ലാം തന്നെ ഇല്ലാതായി തീരേണ്ടതാണ്. അതിനാൽ യഥാർത്ഥ മോട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. അതിൽ എല്ലാ നന്മകളും സമ്മേളിക്കുന്നു. തൗഹീദിനെ മനസ്സിലാക്കാനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരവും ഇതാണ് നമ്മോട് പറയുന്നത്. പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഒരു മാതൃക ആവശ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്ത ചര്യ നമുക്ക് മാതൃകയാണ്. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ വാക്കിൽ ഇപ്രകാരം പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ. ഈ ഒരൊറ്റ വാചകത്തിൽ തൗഹീദിന്റെ ഉന്നത സ്ഥാനം എന്താണെന്ന് വിവരിച്ചു. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളുടെ ജീവൽ മാതൃകയും എന്താണെന്ന് പറയുകയുണ്ടായി. കൽപ്പനകളുടെ വിശദീകരണവും മുമ്പിൽ വരികയുണ്ടായി. അതിനാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാണോ മനസ്സിലാക്കിയത് അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കി. ആരാണോ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് അവൻ എല്ലാം മനസ്സിലാക്കി. दूसरे फनून में कमाल सब कुछ आ जाता है, क्योंकि अल्लाह ताला का नूर एक तरियाक है जिसमें तमाम अमराज. കാരണം ശിർക്കാണ് എല്ലാ തിന്മകളുടെയും ആലസ്യത്തിന്റെയും പാപങ്ങളുടെയും അടിവേര്. തൗഹീദിൽ നിലയുറപ്പിച്ചതിനു ശേഷം
മനുഷ്യൻ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ, അറിവ്, ജ്ഞാനം, സംസ്കാരം, രാഷ്ട്രീയം, മറ്റു കാര്യങ്ങളിലുള്ള മികവ് എല്ലാം പ്രകടമാകുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ പ്രകാശം ഒരൌഷധമാണ്. അതിൽ എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയുണ്ട്. അതിനാൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ മോട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. മറ്റെല്ലാം വിശദീകരണങ്ങളാണ്. അവയെല്ലാം ഉപദേശം എന്ന നിലക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. ഇക്കാലത്ത് ദജ്ജാൽ തന്റെ സർവശക്തികളാലും ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ലക്ഷ്യം ദുന്യാവിനെ ദീനിനേക്കാളും മുന്തിക്കും എന്നതാണ്. ദജ്ജാലിന്റെ ലക്ഷ്യം ദുന്യാവിനെ ദീനിനേക്കാൾ മുന്തിക്കും എന്നുള്ളതാണ്. അതിനാൽ നാം ഇതിനെതിരിൽ ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കും എന്ന മുദ്രാവാക്യം മുഴക്കുക. അതുകൊണ്ടാണ് ബയ്യത്തിന്റെ ഷർത്തുകളിൽ ഇത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ദീനി അധ്യാപനങ്ങൾ എപ്പോഴും ഞങ്ങൾ ശിരസാ വഹിക്കുന്നതാണ്. എതിരാളികളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടിയായി ഇസ്ലാമിന്റെ മനോഹര മുഖം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതെല്ലാം ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലോകത്ത് സ്ഥാപിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇക്കാലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബയ്യത്ത് ചെയ്തത് ഈ ലക്ഷ്യം നേടാനാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ഇൽഹാം മുഖേന പറയുകയുണ്ടായി, ഖുസി തൗഹീദ് തൗഹീദ് യാ അബ്നാൽ ഫാരിസ്. ഫാർസി സന്തതികളെ, നിങ്ങൾ തൗഹീദിനെ മുറുകെ പിടിക്കുക. ഫാർസി സന്തതികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം മാത്രമല്ല, ജമാഅത്ത് ആത്മീയ വീക്ഷണത്തിൽ ഫാർസി സന്തതികളിൽ ഉൾപ്പെടുന്നു. ഇത് മൊത്തം ജമാഅത്തിനുമുള്ള കൽപ്പനയാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാൻ ഏതെങ്കിലും പ്രത്യേക വസ്തുവിനെ മനുഷ്യൻ പിടിക്കാറുണ്ട്. നിങ്ങൾ പ്രയാസമുണ്ടാകുമ്പോൾ തൗഹീദിനെ പിടിക്കുക. ഇതിൽ മറ്റെല്ലാം അടങ്ങിയിരിക്കുന്നു. അതിനാൽ നമ്മുടെ ജമാഅത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മോട്ടോ എപ്പോഴും നമ്മുടെ മുമ്പാകെ വെക്കേണ്ടതാണ്. ശിർക്കിനോടൊപ്പം നിരീശ്വരത്വവും ശക്തിയായി വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഇക്കാലത്ത് ശിർക്കിന്റെ ഒരു ഭാഗമായി തീർന്ന നിരീശ്വരത്വം നടമാടുന്ന ഇക്കാലത്ത് നാം ഒരു മുദ്രാവാക്യത്തിൽ മാത്രം നമ്മെ ഒതുക്കി നിർത്തി അത് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാകുന്നതല്ല. മനുഷ്യ സേവനത്തിന്റെ പേരും പറഞ്ഞ് നമ്മുടെ നമസ്കാരങ്ങളെയും ഇബാദത്തുകളെയും ഉപേക്ഷിക്കാനും നമുക്ക് പറ്റില്ല. ആരാണോ അങ്ങനെ പറയുന്നതും ചെയ്യുന്നതും അവർക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധമൊന്നുമില്ല. അതിനാൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എപ്പോഴും മുമ്പിൽ വെക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി നാം മാറുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ജനാസ വന്നോ എന്ന് ഉദൂർ ചോദിക്കുന്നു. സിദ്ദീഖ് അഖ്തർ റഹ്മാൻ സാഹിബിന്റേതാണ്. ഫൈസുർ റഹ്മാൻ സാഹിബിന്റെ മകനാണ്. UK താമസിച്ചിരുന്നത്. ക്യാൻസർ രോഗത്താൽ മെയ് 7 40 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജമാഅത്തിന്റെ ഔദ്യോഗിക തലത്തിൽ പ്രവർത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിലും ജോലിക്കാരൻ എന്ന നിലയിൽ സജീവ പ്രവർത്തകനായിരുന്നു. ഖിലാഫത്തിനോട് ശക്തമായ ബന്ധമായിരുന്നു. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ നല്ല വിശ്വാസമായിരുന്നു. ദുആയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ദീർഘകാലം രോഗിയായിരുന്നു. ക്യാൻസറായിരുന്നു. വളരെയധികം ക്ഷമയോടും ധൈര്യത്തോടും ഇദ്ദേഹം തന്റെ ഈ ജീവിതകാലം കഴിച്ചുകൂട്ടി. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്ത് ചെയ്യട്ടെ, തന്റെ പ്രീത സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ മാതാവിന് ക്ഷമ നൽകട്ടെ. ഭാര്യയും 1.5 വയസ്സുള്ള കുട്ടിയുമുണ്ട്. അള്ളാഹു അവരുടെ സംരക്ഷകനും സഹായിയുമാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.